ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വണ്ടി വീഡിയോ ഒന്നും കാര്യമൊന്നുമല്ല. നമ്മുടെ അടുത്തുള്ളൊരു ചെറിയൊരു സ്ഥലം ഒന്ന് പോയി കാണാൻ വേണ്ടി പോവാണ്. പാമ്പുരം പാറ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നോ എൻട്രി പ്ലേസാണ്. നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോകുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണാൻ മറ്റൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ ചോറ്റുപാറ സെൻറ്ററിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയിൽ നിന്ന് ഈ കയറ്റം കയറണം. വണ്ടി ഈ സൈഡിൽ വെച്ചിട്ടുണ്ടാ. ഈ കയറ്റം കയറണം. ചെറിയൊരു ഇടവഴിയുണ്ട്, ആ വഴി കൂടെ കിടക്കണം കേട്ടോ. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ എത്താറുള്ള അങ്ങോട്ട് കയറാനുള്ള വഴിയുടെ ഇടവഴിയോടേക്ക് എത്താറ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വനവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗൈസ്, നമ്മൾ നടക്കാനുള്ള വഴിയിലേക്ക് എത്തിയിട്ടാ. കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കണ്ടില്ലേ, വഴി കണ്ടില്ലേ, അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ. പാമ്പൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞേ. ഓ നോക്കൂ നോക്കൂ കാണൂ പ്രപഞ്ചം. അപ്പൊ ഞാൻ നേരെ പിടിച്ചിട്ട് ഫോണിൽ വീഡിയോ എടുക്കുന്നു. വൈഡാങ്ങള് വേണ്ട, നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനല്ലേ. ഇതിടാനാ ഗൈസ്, നമ്മളൊന്ന് കേരള വഴിക്ക് എത്താറായിട്ടോ. അത് ഉപയോഗിക്കേണ്ടിരുന്ന വഴിയാണ്, പിന്നെ അത് ഉപയോഗിക്കാണ്ട് ഇത് അടച്ചിട്ടപ്പോൾ ആരോട് വരാണ്ടായി തുടങ്ങിയിട്ടോ. ഇപ്പോൾ വേനൽക്കാലല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കയറേണ്ട വലിയ സീനൊന്നുമില്ല. വഴി കഴിഞ്ഞിട്ടടാ, നടക്കാൻ പറ്റും. വഴി കഴിഞ്ഞില്ല. നീ എന്തിനാ പേടിക്കണം? എന്നെ പേടിക്കും. ഞാൻ പേടിക്കുന്നതല്ലേ. ഞാൻ പിടിച്ചടി വിഷമുള്ളാട്ടോ. ഇതിന് തൊടാൻ മതി. ഞാൻ തൊട്ടു വേണ്ട. നീ ചിലപ്പോ കൈ പിടിച്ചു. എൻ്റെ പൊന്നു ഇതാണ് ട്രക്കിംഗ് ഉണ്ണിപ്പാ. ഇത് നമ്മൾ വഴി കുറച്ച് സീനാണ്ടില്ല, മുള്ളും കാര്യങ്ങളൊക്കെ കിടക്കാട്ടോ. നടക്കാൻ പറ്റാണ്ട് നടക്കാൻ പറ്റാണ്ട് ഇപ്പോൾ കുറച്ച് മുന്നോട്ടോടെ. ആമസോൺ കാർഡുകൾ മാത്രമല്ല മുള്ളാണ്. 4 പ്രാവശ്യം കുത്തി സെബിനെ. ഇതാണ് അവസ്ഥ. കാട് മൊത്തം ഫോറസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. റിസ്ക് പിടിച്ച മുൾപ്പടർപ്പ് നമ്മൾ കിടക്കൂട്ടോ. കിടന്നോട് കിടക്കാൻ പോട്ടാ. റിസ്ക് പിടിച്ച് മുൾപ്പടർപ്പ് നമ്മൾ കിടന്നുകൊണ്ടിരിക്കുന്നു. 2 പേരെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട് സേഫായിട്ട്. നമ്മളിവിടെ എത്താണല്ലോ ഇവിടെ. അപ്പോൾ എത്തി, സ്ഥലത്തി കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസ്. കയ്യിലൊക്കെ കുറെ മുള്ളുണ്ട്. അവിടെ പാറാണ്ട. പിന്നെ നമ്മൾ കുറച്ച് ദുർഘടമായ വഴി കൂടെ നടക്കാട്ടോ. ഇനി മുള്ളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി കുറച്ച് കാടുണ്ടാവുള്ളൂ. എത്തി. മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. കുത്തിക്കാണ്. എന്നിട്ട് നമ്മൾ വരുമ്പോൾ കാടുമ്പോൾ തന്നെ കണ്ടില്ലേ, മുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പാമ്പുരം വളരെ അടുത്തെത്താറായിട്ടോ. വഴിയൊക്കെ നല്ല അടിപൊളി വഴിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വഴി ആക്കിയതല്ല, ഇതാണ്. ഞങ്ങൾ പ്രാവശ്യം നടന്നു വരുമ്പോൾ ഒരു മാൻ ചാടി പോണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴല്ല, കുറച്ച് കാലം മുമ്പ്.
അതല്ലേ ഇവിടുത്തെ മരം നോക്കുക ഗൈസ്. ഞങ്ങൾ കുറേ കാലം ശേഷം ഈ വഴിക്ക് വരണേ. ഏകദേശം ഒരു വർഷത്തിന് മേലെ ഉണ്ടായിട്ടുണ്ട്, 1.5 വർഷത്തിന് മേലെയാണ് ഞാൻ ഈ വഴിക്ക് വന്നിട്ടാ. ഇവിടെ യൂട്യൂബ് ചാനലിൽ തന്നോണ്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ വഴി നീറ്റും ക്ലീൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് മോശമായി. ഇപ്പോൾ ഏതോ മരത്തിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടല്ലേ, കണ്ട അവസ്ഥ. മുടിയുമൊക്കെ പിടിച്ചാണ് മുള്ളുണ്ടല്ലേ, മുള്ളൊക്കെ ഉണ്ട്. നോക്കിയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടും. പാമ്പുരമ്പാറ നല്ല അടിപൊളി പ്ലേസ് ആട്ടോ. തൃശ്ശൂർ ജില്ലയിൽ ചുറ്റുപാറ പോണ വഴിക്ക് റൈറ്റ് സൈഡിൽ പൂമല കോട്ടേഴ്സിൻ്റെ തൊട്ടും മുകളിൽ കയറിയിട്ടുള്ള വഴിയാണ്. ഇപ്പം എന്താ പറയുക, പാമ്പുരമ്പാറ കേട്ടോ. ഒരു സമയത്ത് ഹിറ്റായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഹിറ്റൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്പോട്ടിലേക്ക് എത്താറായിട്ടോ. കണ്ടില്ലേ നല്ല അടിപൊളി മരമൊക്കെയാണ്. ധാരമൊക്കെ വെട്ടാൻ നോക്കിയിട്ടുണ്ട്. കണ്ട തേനീച്ച് കയറണം തോന്നുന്നുണ്ട്. കണ്ടില്ലേ തേനീച്ച് കൂടെ ഉണ്ട്, ധാര വെട്ടാൻ നോക്കിയിട്ടുണ്ട്. ഒരു സമയത്ത് ഇവിടെ എന്താ പറയുക, അതുപോലെ എന്താ പറയുക വണ്ടികൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കൊറോണയ്ക്ക് ശേഷം പിന്നെ ഒന്ന് സ്ട്രിക്റ്റായി, കുറച്ച് അടവുണ്ട്. നല്ല നാട്ടുകാരിട്ട് കൊടുത്താൽ ഇട്ട് കൊടുക്കലാവും, അങ്ങനത്തെ വിഷയം കേട്ടോ. ഇപ്പോൾ ആണ് ആരും ശല്യമില്ല കേട്ടോ കാര്യമായിട്ട്. ഗൈസ് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിക്കട്ടോ, മുകളിലേക്ക്. ഇതിൻ്റെ പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇത് രസമാണ്. അവിടെ അടിപൊളി പുല്ലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ആടിനും പശുവിനൊക്കെ തീറ്റാൻ കൊണ്ടുണ്ട് ഇവിടെയൊക്കെ ആൾക്കാരെ കൊണ്ടുവരണം കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലത്തെ ഒരു അടിപൊളി സ്പോട്ട് അവിടെ നോക്കൂ, കണ്ടില്ലേ. ഫോറസ്റ്റുകാർ പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫൈൻ ഉണ്ടാവും, അത് കാര്യം ഉറപ്പാണ്. അവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, അടിപൊളി വ്യൂ. പുത്തമ്പള്ളി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാട്ടത്. നമ്മൾ അങ്ങോട്ട് പോണേ. അതിനുമ്പോൾ നമ്മൾ നൈസ് വ്യൂ എടുക്കാൻ വേണ്ടി പോകട്ടോ. അതൊരു ഏർമാടാടാ മറ്റേ ഫോറസ്റ്റുകാർക്ക് അങ്ങനെ വന്നിരിക്കുന്ന സ്ഥലം. പിടിച്ചു കഴിഞ്ഞാലും പിടിക്കും ഉറപ്പുള്ളവരെ. നമ്മൾ രണ്ടും കറിപ്പിച്ചാണ് കയറിയാണ്. ഒരാൾക്കാരെ ശ്രദ്ധിക്കണം. ഐസ് നോക്കൂ, ആ ഭാഗം തൃശ്ശൂർ ഭാഗം കേട്ടോ. എവിടെ ഭാഗമാണ് തൃശ്ശൂർ ഭാഗമാണ്. പുത്തമ്പള്ളി കാര്യങ്ങളൊക്കെ ഭാഗമുള്ള സ്ഥലം കേട്ടോ. വീട്ടിൽ കാണാൻ ചാൻസ് കുറവാണ്, കാരണം ചെറിയൊരു ഫോഗിൻ്റെ പോലത്തെ ചെയ്യുന്നുണ്ട്. അവിടെ ചെക്കൻ അവിടെ വരുന്നുണ്ട്, ഇപ്പോൾ ചെക്കൻ വേറെ അവിടെ വരുന്നുണ്ട്. അതൊരു മടയാണ് കേട്ടോ ആ ഭാഗം കാണുന്നത്. ഭാഗത്തൊരു മടയാണ്, പറമട. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഓ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഇതുണ്ട്. ആ ഭാഗം കണ്ടില്ലേ, അവിടെ കുരിശൊക്കെയാണ്. ആ ഭാഗം തൃശ്ശൂർ ഭാഗം കേട്ടോ. അതുപോലെ തന്നെ ആ ഭാഗം ശോഭ സിറ്റി ഭാഗം, അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഈ സ്പോട്ടിലേക്ക് ഒന്ന് ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി കേട്ടോ. മൊത്തം നൈസ് പുല്ലുകൾ കേട്ടോ, കണ്ടില്ലേ, അടിപൊളി പുല്ലുകൾ കണ്ടില്ലേ. എൻ്റെ മോനെ വേറെ വൈബ് സ്ഥലം കേട്ടോ. ഇവിടെ ഈ ഭാഗത്തിരിക്കാൻ നല്ല സ്പോട്ട് കേട്ടോ, നമുക്ക് ഇവിടെ നിന്നിരിക്കാം. മറ്റേ ഫോറസ്റ്റുകാരുടെ ഇരിക്കാൻ സ്ഥലത്തേക്ക് വന്നു കേട്ടോ. അത് വരാറൊക്കെ ഉണ്ട്, അല്ലേ അടിപൊളിയായിട്ടുണ്ടായി വെച്ചാൽ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. നോക്കട്ടെ, നമുക്ക് ഇരിക്കും നോക്കാം, കുഴപ്പമില്ല. ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഫോട്ടോ ഒക്കെ വേണ്ടി കയറുന്നത് കേട്ടോ, ആണല്ലേ. ഗൈസ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഉള്ളിലേക്കും ചെറുതായിട്ട് കയറാൻ പോട്ടോ. ഇവിടുത്തെ സ്പോട്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. മരമൊക്കെ നോക്കിയേ, അടിപൊളി മരം. നമ്മുടെ ഭാഗത്തുള്ള സ്പോട്ടൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു വർഷമായി വന്നിട്ടുന്നുള്ളൂ. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാഹചര്യം ഉണ്ടെന്നില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു കേട്ടോ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഇവിടുത്തെ അങ്ങനെ ആവേണ്ട സ്ഥലമൊന്നും വേണ്ട. കണ്ട പാറയ്ക്ക് ഉണ്ടതിനുള്ളൂ, വേറെ സ്പോട്ടൊക്കെ ഉണ്ടല്ലേ. എങ്ങോട്ടാ പോവാന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും നമ്മൾ വെറുതെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. എവിടെ നീരുവച്ചും തൊണ്ടവനൊക്കെ പിടിച്ചു.
എൻ്റെ മോനെ വേറെ സീൻ. അങ്ങനെ നമ്മൾ എന്താ പറയുക വേറെ നല്ല സ്പോട്ടിലേക്ക് എത്തിയിട്ടാണ് കടലേ. ഇവിടെ ഒക്കെ മൊത്തം കാടാണ്. അത് നല്ല നൈസ് പുല്ല്. അല്ല പാമ്പ് കിടന്നവരെ അറിയില്ല. അതുപോലത്തെ ഒരു സ്പോട്ടാണ് കണ്ടല്ലേ. കൊടൈക്കനാലെത്തി ഫീൽ ചെയ്യണം കേട്ടോ. ഉള്ളിലത്തെ കൊടൈക്കനാലിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയ ഫീൽ കിട്ടുകയാണ്. നമ്മളങ്ങനെ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടത്. പാമ്പുരമ്പാറേൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞവർ ഈ ഭാഗത്തേക്ക് ഇത് കയറുമ്പോൾ നോക്കി കയറിക്കോളൂ. ഫോറസ്റ്റുകാർ കണ്ടാൽ നല്ലപോലെ പണിയിട്ട് കിട്ടാം. നമ്മുടെ ഗൈസർ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഗൈസ് ഇവിടെ ഒരു സ്ഥലം കിട്ടിയ പോകണ്ടല്ലേ. അത് കയറിയതാട്ടാ ഇതല്ലേ. അങ്ങനെ ഗൈസ് നോക്കൂ, നമ്മൾ ഉൾഭാഗത്തേക്ക് വന്നേക്കട്ടാ. അവിടെ പിള്ളേർ ഉൾക്കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനൽ വരും. അപ്പം വരും. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കുറവാകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസ് മുഖേന അറിയിക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്തൊക്കെ പോരായ്മകളാണ് നമുക്കറിയില്ല. അതുകൊണ്ട് കമൻസിൽ എല്ലാവരും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ 7K സബ്സ്ക്രൈബേഴ്സ് ആയേക്കാണ്. അത് ഈ ഒരു നല്ല യാത്രയിൽ നമ്മൾ പറയാം കേട്ടോ. അയ്യോ നോക്കി, ഇതൊക്കെ വന്ന് പന്നികളൊന്ന് കുത്തിയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, മൊത്തം പന്നികൾ വന്ന് കുത്തി നാശാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പിള്ളേർ അവിടെ നടക്കുന്നുണ്ട്. പിടിച്ചു കഴിഞ്ഞാൽ വൺസ് ഫുള്ള് കേസാണ്. അതിക്രമിച്ച് കടന്നു പോകുന്നുണ്ട് ഫോറസ്റ്റിലേക്ക്. മൊത്തം ചീവീടിൻ്റെ ശബ്ദമാടാ. അങ്ങനെ നമ്മൾ വന്നിട്ട് സമയത്തൊരു വലിയൊരു മരം മറിഞ്ഞ് കിടക്കുന്നുണ്ടാ മഴയത്ത്. അതെല്ലാ കാടിൻ്റെ കൂടെ പോകുന്നുണ്ട്. എവിടെയാണെന്ന് അവസാനിക്കാന്ന് അറിയില്ല. നോക്കാം. ഓ കാലി, എൻ്റെ മോനെ ഒടിഞ്ഞു നോക്കി. ഓ കൊതുക് പറക്കണ്ടാ കൂടെ. ഫ്രണ്ട്സിൻ്റെ ബ്ലഡ് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വേറെ സ്പോട്ടിലേക്ക് എത്തി. നമ്മൾ നടന്ന് നമ്മൾ വേറൊരു മരം പൊടിഞ്ഞു കണ്ടാ. കിടന്ന് പോകണം. നമ്മൾ എങ്ങനെ പോണേ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നടക്കുക തന്നെയാണ്. മഴ പെയ്യാൻ അടിപൊളിയായി. പിള്ളേർ നടക്കണ്ട അവിടെ ഫ്രണ്ടിൽ. ഓ ഞാൻ പറഞ്ഞാൽ വോയിസ് കുറവുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം വോയിസ് എടുത്ത് പറയില്ല. ശരി വയ്യാതാരാണ്. ഇതൊക്കെ ഓരോ മരത്തിൻ്റെ വലിപ്പം കണ്ട. പാമ്പുരമ്പാറയ്ക്ക് വന്നിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആരാണ് എങ്ങനെയാണെന്നൊക്കെയുള്ളതൊക്കെ. അങ്ങനെ കഴിച്ച് നമ്മൾ നടന്ന് കുണ്ടുകാട് ഭാഗത്തേക്ക് എത്താറായിട്ടാ. റോട്ടിലേക്ക് എത്താറായിട്ടാ. അതിൽ നമ്മളൊരു മരം അങ്ങനെയുള്ളതുണ്ടോ അവിടെ. എൻ്റെ മോനെ സീൻ മരം. മുള്ളമ്പന്നി റോട്ടാട്ടാ അടാ. മോനെ മരങ്ങൾ ഇഷ്ടം പോലെ വീണിട്ടുണ്ട്, വലുതും ചെറുതായിട്ടുള്ളത്. കണ്ടില്ലേ? ഓ കാട്ടാന്നോ അങ്ങനെ കേട്ടാ. ഓ സീനി ഗൈസ്. അങ്ങനെ നമ്മൾ വേറെ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ നല്ല അടിപൊളി സ്ഥലത്തേക്ക് എത്തിയേട്ടാ. കണ്ടല്ലേ, വെളിച്ചത്തിൻ്റെ വാരി പിന്നെതിരെ നല്ലൊരു പാറ, വിരിഞ്ഞൊരു പാറ. എൻ്റെ മോനെ നല്ല അടിപൊളി പാറയേട്ടാ. ഏത് ഭാഗമാണ് എവിടെ നമുക്കറിയില്ലേ. എൻ്റെ മോനെ നടന്ന് നമ്മൾ അവിടെ ഒരു മട, എന്താ പറയുക, പള്ളി മട എന്ന സ്ഥലമുണ്ട്. മടയാണ് സംഭവം. അവിടേക്ക് എത്താറായിട്ടാ. അത് ആൾക്കാർ പിടിക്കുമോ എന്നുള്ള അറിയില്ലേ. മുടിന്
വന്ന് 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 ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തി കണ്ടില്ലേ സ്പോട്ട് ഇവിടെ എത്തി ഇതാണ് പള്ളിമട എൻ്റെ മോനെ അങ്ങനെ നമ്മള് ഉണ്ടല്ലേ ഏതോ ഒരു കോറിലൂടെ എത്തി ഇനി നമുക്ക് വട്ടായി വെള്ളച്ചാട്ടം വഴി കയറി അങ്ങനെ പോകണം. അതാണ് നമുക്ക് അടുത്ത പരിപാടി ഉണ്ടല്ലേ. എൻ്റെ മോനെ കേട്ട വെള്ളം ഒഴുകണ സ്ഥലം ഉണ്ടല്ലേ. സൂപ്പർ സ്പോട്ട് കേട്ടോ, അടിപൊളി സ്പോട്ടെത്തി അല്ലേ, അടിപൊളി വെള്ളച്ചാട്ടം. നമുക്ക് വട്ടായിരം അടുത്ത് എത്താറ കേട്ടോ, വട്ടായി എത്തി ഇവിടെ നിന്ന് കുറച്ചുണ്ടല്ലോ വട്ടായിലേക്ക് എത്താനായിട്ട്. അങ്ങനെ പോയി 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 അത് വട്ടായി വെള്ളച്ചാട്ടം എത്തി. ഇതാണ്ട മറ്റേ കുറേ കേട്ടോ. എൻ്റെ മോനെ കാലൊക്കെ ഉണ്ടോ, കൊതുക് അടിച്ചൊരു വിധായി. നെറ്റൊക്കെ ആകെ സീനായിട്ടാ കൊതുക് അടിച്ചിട്ട്. അങ്ങനെ കണ്ട കൊതുക് അടിച്ചൊരു വിധായി കണ്ടില്ലേ, കണ്ടില്ലേ കൊതുകട കടിച്ചാണ് ഇതൊക്കെ, ആകെ ഉണ്ടമ്പൊരിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോ വെച്ച് നിർത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ട നല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്ത വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ.